കവറോള് നമ്മുടെ ദൈവത്തിനെ വെച്ച് നമ്മൾ ഇറങ്ങാണ് ഇതിനകത്തേക്ക്. നമുക്കത് പരിചയമില്ലാത്ത കാര്യം ഉണ്ടാകും. നമ്മളിതുവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കവറോളൊക്കെ ഇടുന്നത്. അപ്പോൾ ടോണിയുടെ മുൻപരിചയമുള്ള ടോണിയുടെ നമസ്കാരം. കൂടെ ഹോളിഡേയ്സിൻ്റെ സജീന്ദ്രനാണ്. തീർച്ചയായിട്ടും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെ വളരെ നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെന്നൈയിലാണ് നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട്. അത് ഇപ്പോൾ നടക്കുന്നത് ഹംഗറിയിലേക്കുള്ള ജോലിയുടെ ചെന്നൈയിൽ വച്ചിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വലിയ 10,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയൊരു സ്പേസിൽ നമ്മൾക്ക് എല്ലാവിധ ട്രെയിനിങ്ങിനും, ഇപ്പോൾ വെൽഡിങ്ങിന്, അതേപോലെ തന്നെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ, അതേപോലെ തന്നെ മേസൺ വർക്കുകൾ, പിന്നെ മറ്റേ ടൈൽ വർക്ക്, മറ്റേ ജിപ്സം ബോർഡിൻ്റെ വർക്ക്, അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ ഈ കമ്പിയട്ട അടക്കം, വാർക്കപ്പണിയുടെ കമ്പിയട്ട അടക്കം നമ്മളെ പഠിപ്പിച്ച് അതിന് കൃത്യമായിട്ട് ഒരു 10-20 ദിവസത്തിനും ഒരു മാസത്തിനും ഇടയ്ക്കുള്ള ട്രെയിനിങ് ഒക്കെ തന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ജോലിക്ക് കയറുക. അത് ഏകദേശം ഒരു 2-3 മാസത്തെ ടൈം പീരീഡാണ് ഇതിനകത്ത് ടോട്ടൽ വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ടോണിയാണ്, കൊല്ലംകാരനാണ്. ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരൊക്കെ ഓരോ ഇതിലാണ്. അപ്പോൾ നമ്മൾക്ക് ടോണി ബേസിക്കലി വെൽഡറും കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക്, ഹംഗറിയിലേക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻസ് പല രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഹംഗറി കിട്ടുക ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു ദിവസം കഴിഞ്ഞല്ലേ, ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പുള്ളി, ഞാൻ പറയുമ്പോൾ ഒരു ഏജൻറ്റാണ്. അപ്പോൾ പുള്ളി ഒരു സാധാരണ ഒരു ലേബർ ഇതിൽ വന്നേക്കാണ്. പുള്ളി തന്നെ പറയും എങ്ങനെയാണ് ഇനി ഇപ്പോൾ ആരെങ്കിലും വരാനായിട്ട്, അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലേക്കൊക്കെ ആ ജോലിക്ക് വരാൻ നോക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് ഈ വെൽഡറായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആളുകൾ വരാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മീൻസ് എന്തെങ്കിലും നല്ല പ്രൊഫഷൻ, അതായത് നല്ലൊരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ഇത് പറ്റുമോ? പറ്റത്തില്ല. എന്താണ് ഒരു ദിവസത്തെ ഒരു ഒപ്പീനിയൻ എന്താണ് ഇവിടുത്തെ ട്രെയിനിങ്ങിന്? ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക്, ടെക്നിക്കൽ ലൈനിലുള്ളവർക്ക് പറ്റും. വൈറ്റ് കോളർ ജോബുകാർക്ക് പാടാം. നമ്മൾ കമ്പി കെട്ടണം. ഇവിടെ കൺസ്ട്രക്ഷൻ ലൈൻ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഹാർഡ് വർക്കാണ്, ചൂടും പുകയൊക്കെ കാണും. അപ്പോൾ ഈ നമ്മളൊരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതിനകത്തേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഇതിനകത്തേക്ക് ഇറക്കി നമ്മൾ പൈസ മുടക്കാൻ തയ്യാറായി. പിന്നെ നമ്മളിതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പം ഞങ്ങൾക്ക് ഒരു ദിവസമല്ലേ, ഒരു മാസത്തേക്കുള്ള ഫുഡ് ഇവിടെയാണ്. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് ഫുഡ്. അപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴൻ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് നമുക്കുണ്ട്. അത് വെച്ചാൽ റിസ്ക് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് അല്ല, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച സാമ്പാറിൽ മറ്റേ മീനിൻ്റെ ചെറിയ ഉണക്ക മീൻ ഉണ്ടായിരുന്നു സാമ്പാറിൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണവൻ്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞു അത് സാമ്പാറല്ല, അതൊരു കുളമ്പാണെന്ന്. മീൻ കുളമ്പാണെന്ന് വെച്ചാൽ മീൻ കുളമ്പല്ല, അതൊരു കുളമ്പാണ്. പിന്നെ രാവിലെ കിട്ടിയ ഇതെന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ചോറിൽ സാധാ സാമ്പാർ കുഴച്ചിട്ട് ഒരുമിച്ച് നമ്മൾ ഉപ്പാവ് പോലെ ഇരിക്കും, പക്ഷേ വേറെ ഒന്നുമില്ല, സാധാ പച്ചരിച്ചോറിൽ സാമ്പാർ ഒഴിച്ച് കുഴച്ച് തന്ന്, അതാണ് ചോറ്. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? പിന്നെ ഇവിടുത്തെ ചൂട്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഞാനതിനകത്ത് കാണിച്ചു തരാം. നമ്മൾ കിടക്കുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്, കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ തന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം ഇതിലേക്കൊക്കെ നോക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള ജോബ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അടുത്തടുത്ത ജോബുകൾ വരും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ് നടക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ഹെൽപ്പർമാരുടെ കേസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇത് ട്രെയിനിങ് ഒക്കെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ടോണിക്കൊക്കെ അതേപോലെ തന്നെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും പോകാൻ പറ്റട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളെങ്കിലും അങ്ങോട്ട് കാണിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ കാണിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. പിന്നെ നമ്മൾ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ ഞാനടക്കം നേരിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നപ്പോൾ നമ്മളുടെ തിരുവനന്തപുരത്തുള്ള ആളുകളും മലപ്പുറത്തുള്ള ആളുകളും കണ്ണൂരുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവർ കൂടെ ഹോളിഡേയ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, അവർ പറയുന്നത് വെച്ചാൽ ചേട്ടൻ എന്താണ് ഇതിനകത്തേക്ക് ട്രെയിനിങ്ങിന് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് അറിയാൻ പറ്റും. പുതിയൊരാൾ വരുമ്പോൾ നമ്മൾക്ക് ഇത് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ. പുതിയൊരാൾ വരുമ്പോൾ ഇങ്ങനെയാണ് ജോലി എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് ഫുഡ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യുക, ഈ സ്ഥലത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇത് പറ്റി.
ഇനി അങ്ങോട്ടുള്ള കാര്യത്തിലും പലതിലും നമ്മൾ ഈ റിസ്ക് എടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണെ അമർത്തിയിടണം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. മറ്റുള്ള ട്രെയിനിൻ്റെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.